ഹായ്, ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യുന്നത് ഇപ്പോഴത്തെ കറണ്ട് ട്രെൻഡിങ് ടെക്നോളജിയും ഇപ്പം സംസാര വിഷയവുമായിട്ടുള്ള ബിഗ് ഡാറ്റയാണ്. ബിഗ് ഡാറ്റയെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഞാനൊരു കാര്യം പറഞ്ഞുതരാം. എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഒരു ഹോസ്പിറ്റലിലെ ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ് ഓഫീസിലെ ഇൻഫർമേഷൻ ഒക്കെ സ്റ്റോർ ചെയ്യണമെങ്കിൽ കുറച്ച് ഡാറ്റ മതി. എന്ന് വെച്ചാൽ അവിടെ വരുന്ന ആൾക്കാരുടെ ഡാറ്റ മാത്രം അത് മെയിൻറ്റെയിൻ ചെയ്യുന്നുള്ളൂ. അപ്പോൾ കുറച്ച് ഡാറ്റ മതി. അപ്പോൾ അനലൈസ് ചെയ്യാനും ഡാറ്റ റിട്രീവലും എല്ലാം ഫാസ്റ്റായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ നമുക്കിപ്പോൾ ഒരു കൺട്രിയുടെ ഇൻഫോർമേഷൻ അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ ഇപ്പോൾ എയർടെല്ലിൻ്റെ ഇൻഫോർമേഷൻ, അങ്ങനെയുള്ള സബ്സ്ക്രൈബേഴ്സിൻ്റെ ഇൻഫോർമേഷൻ, അങ്ങനെ ഹ്യൂജ് എമൗണ്ട് ഓഫ് ഇൻഫോർമേഷൻ സ്റ്റോർ ചെയ്യണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ് ഈ ബിഗ് ഡാറ്റ എന്ന് പറയുന്നത്. ബിഗ് ഡാറ്റ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിന് 3 ക്യാരക്ടറിസ്റ്റിക്സ് ആണ് അതിൻ്റെ ഫങ്ഷനാലിറ്റി വഴിയുള്ളത്. ഒന്നെന്ന് പറയുന്നത് വോളിയം, വെലോസിറ്റി ആൻഡ് വെറൈറ്റി. വോളിയം എന്ന് പറഞ്ഞാൽ ഇത് കൂടുതൽ ഡാറ്റ നമുക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയുള്ള പ്രിവിലേജ് തരുന്നുണ്ട്. അതാണ് ഫസ്റ്റ്. സെക്കൻഡ് എന്ന് പറഞ്ഞാൽ വെറൈറ്റി. വെറൈറ്റി എന്ന് പറഞ്ഞാൽ എന്ത് ടൈപ്പ് ഡാറ്റ വേണമെങ്കിൽ, ടെക്സ്റ്റ് ഡാറ്റ ആകാം, പിക്ചർ ഡാറ്റ ആകാം, സൗണ്ട് ഡാറ്റ ആകാം, എന്ത് വേണമെങ്കിലും നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. അതാണ് ഈ വെറൈറ്റി എന്ന് ഉദ്ദേശിക്കുന്നത്. പിന്നെ വെലോസിറ്റി. വെലോസിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കിപ്പം ഡാറ്റ എന്തിനാണ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്? ഡാറ്റ സ്റ്റോർ ചെയ്യുന്നതനുസരിച്ച് സ്പീഡ് കുറയും. അപ്പോൾ അത് കുറയാതെ നമുക്ക് ഡാറ്റ കറക്റ്റായിട്ട് അനലൈസ് ചെയ്യാൻ വേണ്ടി, സോഫ്റ്റ്വെയർ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ പ്രൊവൈഡ് ചെയ്യുന്നതിനെയാണ് വെലോസിറ്റി എന്ന് പറയുന്നത്. പിന്നെ ഇത് നമ്മൾ കൂടുതലും ഇതിനെക്കുറിച്ച് ഇൻവെസ്റ്റിഗേഷൻ നടത്തുകയും അത് കറക്റ്റാക്കി അനലൈസ് ചെയ്യുന്ന കമ്പനീസ് ഉണ്ട്. അതൊക്കെയാണ് ഒറാക്കിൾ, IBM, മൈക്രോസോഫ്റ്റ്, അങ്ങനെയുള്ള കമ്പനീസ്. പിന്നെ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ ഞാൻ നെക്സ്റ്റ് വീഡിയോസിൽ ഇതിനെക്കുറിച്ച് ഉള്ള ടെക്നോളജി, ഇത് ലിങ്ക് ആയിട്ടുള്ള ടെക്നോളജീസാണ് നെക്സ്റ്റ് വീഡിയോസിൽ പ്രസൻറ്റ് ചെയ്യുന്നത്. ഇത് നിങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻ തരാനുള്ള ഒരു പ്രസൻറ്റേഷൻ ആയിരുന്നു. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് അടിക്കുക, ഇത് നിങ്ങളുടെ കൂട്ടുകാർക്കും ഷെയർ ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബും ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം നോട്ടിഫിക്കേഷൻ ബട്ടൺ പ്രസ് ചെയ്യുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോസ് കിട്ടുള്ളൂ. പിന്നെ നിങ്ങളുടെ ഫീഡ്ബാക്സും ഇതുമെല്ലാം നമുക്ക് വാട്സപ്പ് വഴിയും ഫേസ്ബുക്ക് വഴിയും കിട്ടുന്നുണ്ട്. അതിനനുസരിച്ച് നമ്മൾ ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങളുടെ വിജയം. താങ്ക് യു.